ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ ചില കമൻറ്റുകൾക്കുള്ള മറുപടിയായിട്ട് ഞാനും വരുമെന്ന്. അപ്പോൾ ആൾക്ക് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രാത്രി 12 മണിക്കൊക്കെയാണ് കയറി വരിക. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. നേരത്തെ എന്ന് പറയാൻ 10 മണിയായി കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. കുറേ അധികം മറുപടികൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അരുണേട്ടാ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അരുണേട്ട എന്തേ കണക്ക് ചെയ്താണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റുകൾ വായിച്ചതിന് ശേഷം അരുണേട്ടൻ വായിക്കാം, ഞാൻ വായിക്കാം. വരുന്നേട്ടൻ വായിക്കരുന്നേട്ടാ. പഠിച്ച മദ്രസയിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല. എല്ലാ മതത്തെയും ബഹുമാനിക്കാനാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഇത് എസ്മോക്ക് ഉള്ളത്. എസ്മോൾ തന്നെ വായിച്ചു പറഞ്ഞു. ഇത് എന്താ നീ പഠിച്ച മദ്രസ അതല്ല, പേരെന്താ? അതാണ് ഇത് പേരൊക്കെ വായിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ല. അങ്ങനെയാണ് കാന്നുള്ളതിന് അല്ല 9456. അത് മാത്രല്ല, അടുത്ത കമന്റോട് ഞാൻ വായിക്കാം. മോള് ഏത് മദ്രസയിലാണ് പഠിച്ചത്? ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികൾ ആണെന്ന് ഞാൻ പഠിച്ച മദ്രസയിലില്ല. മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പഠിപ്പിച്ചത് ബഹുമാനിക്കാനാണ് എന്നാണ്. അതാ ഒന്ന്. അപ്പം ഈ 2 കമൻറ്റിനും മറുപടി തരണമെന്ന് ഞാൻ അരുണേട്ടന് കൂടിയിട്ടില്ലെങ്കിൽ ഞാനായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇതിനൊരു മറുപടി തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വേറെയും മറുപടി ഉണ്ടായിരുന്നു. ഇതെന്താ? ഫൈസാൻ എന്നല്ലേ? ഓക്കെ. അപ്പം ഇതിനുള്ള മറുപടി ഞാൻ തരാം. അല്ല, ഇനിയുണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഉള്ള കമൻറ്റുകളുണ്ട്. അപ്പം അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ, മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം. ആദ്യമേ തന്നെ ഞാൻ പറയാണ്, എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ AP-ൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത്. APU EK ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഉള്ളത് പോണം പറയുന്നതിന് എന്താണ്? പിന്നെ ഇനി പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മുസ്ലിംസ് തന്നെ നരകത്ത് പോകുമ്പോൾ തീയിലിടാനല്ലേ, അല്ലാതെ അവിടെ പാലും പഞ്ചാമൃതവും തന്നിട്ട് കുത്തിരിപ്പിക്കുന്നല്ലോ പറയൽ. അത് ഓർക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളൊക്കെ മദ്രസയിൽ മതസൗഹാർദ്ദം മാത്രമായിരിക്കും പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്യാർക്ക് കുരു പൊട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്യന്മാർക്ക് കുരു പൊട്ടുന്നതൊക്കെ എന്തിനാണ്? ഈ മുല്യന്മാർ തന്നെയല്ലേ മതസൗഹാർദ്ദം പഠിപ്പിച്ച് എന്ന് പറയുന്നത്? നിങ്ങൾ ഓരോരോ മദ്രസയിൽ ഓരോരോ ഉസ്താദുമാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് ഞാൻ പറഞ്ഞതാണ്, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഞാനിത് പറഞ്ഞു തരാം. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൻ മദ്രസയിൽ പോയപ്പം മദ്രസയിലുള്ള ഉസ്താദ് ചോദിച്ചു, മാതാപിതാക്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ കുട്ടി പറഞ്ഞു, കുട്ടി അന്ന് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അങ്ങാണ്ടാണ്, ഉമ്മ കൃഷ്ണനെ വരയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ഉസ്താദിന് ഭയങ്കര വിഷയമായി. അങ്ങനെ ഉസ്താദ് ഓരോരോ കാരണങ്ങൾ വെച്ചിട്ട് കുട്ടീനെ തല്ലാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കണ്ണിൽ കുട്ടി ഹോംവർക്ക് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യുന്നു, പക്ഷേ മദ്രസയിൽ എത്തുമ്പം ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നും വൈകി ചെല്ലുന്നുണ്ട് എന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് തല്ലിയും
ഓരോ കാരണത്തിന് ഉപദ്രവിക്കുകയും പുറത്ത് നിർത്തുകയും ചെയ്യാം. അപ്പോൾ ഞാനും ആദ്യം കരുതി കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുമെന്ന് കരുതി. എന്നതിന് ശേഷമാണ് കാര്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് കുട്ടിയല്ല, കുട്ടിയുടെ മാതാവാണ് വിഷയം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു വിഷയം ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്തായിരുന്നു എന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയാം. നിങ്ങളൊക്കെ പറഞ്ഞല്ലോ മദ്രസയിൽ മതസൗഹാർദ്ദം മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്ന്. ഇതൊന്നും പറഞ്ഞു തരുന്നല്ലേ. എൻ്റെ കുട്ടീനെ ഈ ഉപദ്രവിച്ച ഈ മദ്രസയിലുള്ള ഉസ്താദുമാർ വീടിൻ്റെ തൊട്ടടുത്തൊരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ സപ്താഹ യജ്ഞത്തിന് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയതിൻ്റെ വീഡിയോ ഇവർ പുറത്ത് വിട്ട സമയത്ത് ആ വീഡിയോ വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്ത് പുറത്ത് വിടുന്നതും എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു ഉപദ്രവം മദ്രസയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും അതിൻ്റെ പേരിൽ എൻ്റെ കുട്ടീനെ മദ്രസയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടായിട്ടായിരിക്കാം എന്ന്. ഒരു കുട്ടിയുടെ ഭാഗത്ത് എന്ത് തെറ്റും കുറവുകളും ഉണ്ടാവാനാ? കുട്ടിക്ക് പഠിപ്പ് ഇല്ലെങ്കിൽ പഠിപ്പിക്കാനല്ലേ ഉസ്താദ്, അതിന് മേല് വേദനയാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു രീതിയിൽ ഉസ്താദുമാർ അവിടുന്ന് കുട്ടീനെ പുറത്താക്കിയിട്ടില്ല എങ്കിൽ ഇത്രേ ഇഷ്യൂ ഉണ്ടായിട്ട് ഇന്നേ വരെ ഇവിടെ ഒരു ഉസ്താദ് വന്നിട്ട് നിൻ്റെ കുട്ടിയെ തിരിച്ച് മദ്രസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, അല്ലെങ്കിൽ നീ കൊണ്ടുപോരി, ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു ഉസ്താദും ഈ പടിക്ക് മുമ്പിലായിട്ട് വന്നിട്ടില്ല. ഒരു ഉസ്താദുമാരും മറ്റൊരാളെ വിട്ടിട്ട് ആ കുട്ടികളോട് നാളെ തൊട്ട് മദ്രസയിൽ വരാൻ പറ, ആ കുട്ടികൾക്ക് വേണ്ട അറിവുകൾ കൊടുക്കാമെന്ന് ഒരു മദ്രസയിലെ ഉസ്താദും ഇവിടെ വന്നിട്ടോ മറ്റാരോ കൊണ്ടോ പറഞ്ഞിട്ട് ചെയ്യിച്ചിട്ടില്ല. അപ്പം മദ്രസൻ്റെ ഉള്ളിൽ നടക്കുന്നതൊന്നും പുറത്ത് പറയപ്പെടുന്നത് മറ്റൊന്നുമാണ്. ഇതേ മദ്രസയിലുള്ള ഉസ്താദ് തന്നെയാണ് വരയ്ക്കുന്നതിൻ്റെ പേരിൽ ഒരു കുട്ടീനെ, ഒന്നും അറിയാത്തൊരു കുട്ടീനെ ഉപദ്രവിക്കുകയും ചെയ്ത് അതേ മദ്രസയിലുള്ള ഉസ്താദുമാരാണ് പുറത്ത് മതസൗഹാർദ്ദം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് സപ്താഹയജ്ഞത്തിന് പോയത്. ഇതിൻ്റെ പേരിൽ വിമർശനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റിയാക്ഷൻകാർക്ക് റിയാക്ഷൻ ഇടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്, ഇത്രയും പറഞ്ഞതുകൊണ്ട്. ഇനി അടുത്ത കാര്യം, മദ്രസയിൽ നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് എത്ര കുട്ടികൾക്ക് മദ്രസയിൽ ബാഡ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എത്ര പെൺകുട്ടികൾ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്? അപ്പോഴും ഇതൊന്നും മദ്രസയിലെ ഉസ്താദുമാർക്കൊന്നും ബാധകമല്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഞാൻ പറഞ്ഞതിലല്ല തെറ്റ്, ഞാൻ പഠിച്ചതിലാണ് തെറ്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നെ പഠിപ്പിച്ച ഉസ്താദ് അതായിരുന്നു. ഉസ്താദ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ പഠിപ്പിച്ച കാര്യം ഞാനത് നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങളുടെ മദ്രസയിൽ മതസൗഹാർദ്ദം മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് എൻ്റെ തെറ്റ്. ഓക്കെ, അപ്പം ഇത് വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നരകത്തിലെ തീക്കൊള്ളി അല്ല എങ്കിൽ എന്ന് മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മുസ്ലിംസിനെ നരകത്തിൽ എന്താ ചെയ്യുന്നത്? തീയിലിടുകയും എണ്ണയിലിടുകയും വറക്കുകയും കോരിയൊക്കെ ചെയ്യുന്നല്ലേ ചെയ്യുന്നത്? അപ്പം അതുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കണം കേട്ടോ. വാ, ഹലോ ഹലോ ഹലോ, ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്നിട്ട് അരുൺ ചേട്ടാ ഹായ്, എൻ്റെ കമന്റ് വായിച്ചത് സന്തോഷം. അത് ഹായ് ഷഫീഖ്, ജസ്ന അരുൺ ചേട്ടാ ഹായ്, എൻ്റെ കമന്റ് വായിച്ചതിൽ സന്തോഷം. എൻ്റെ അയൽവാസിയെല്ലാം ഹിന്ദു മതസ്ഥരാണ്, നമ്മളെല്ലാവരും നല്ല സൗഹൃദമാണ്, ജാതി മതവും ഒന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് മക്കളെ ഈ ലോകത്ത്. അതേപോലെ ഒരു വ്യക്തിയാണ് ഞാനും. നിങ്ങളാണ് എന്നെ മത തീവ്രവാദിയാക്കിയതും ഇസ്ലാമിനെതിരാക്കിയതും ഹിന്ദു മതസ്ഥർക്കെതിരാക്കിയതും നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാനായി മാറിയതല്ല, നിങ്ങൾ ആക്കി മാറ്റിയതും നിങ്ങൾ തന്നെ സ്വയം ജഡ്ജ്മെൻറ്റ് ചെയ്ത് ആയതുമാണ്. അപ്പം നിങ്ങൾക്കതിൽ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫസീല വായിച്ചോ.
താൻ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം. ബട്ട് നീ പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. 1ാം ക്ലാസ് മുതൽ +2 വരെ മദ്രസയിൽ പോയിട്ട് ഞാൻ ഹിന്ദുക്കളെ നരകത്തിലേക്ക് വിറക് കൊള്ളുകയാണെന്ന് ഒരു പ്രസ്താവന കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പകരം എല്ലാ മതങ്ങളും ആദരിക്കുന്ന എല്ലാവരെയും സാവധാനമായി കാണുന്നതും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസീല +2 വരെയാണ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഫസീല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. +2 വരെ പഠിച്ച ഫസീലക്ക് ഇത്രയും ഇൽമും അറിവും ഉണ്ടെങ്കിൽ ദേ ഈ കാണുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, അരുണേട്ടാ ഒന്ന് നോക്കിയേ, അന്യമതസ്ഥനാണ്, അന്യ ഹിന്ദു മതസ്ഥനാണ്. ഇവരെ കാണാൻ പാടുണ്ടോ? അന്യ പുരുഷന്മാരെ കാണാൻ പാടുണ്ടോ? അപ്പം ഈ വീഡിയോ കാണാൻ പാടുണ്ടോ? ഉണ്ടോ ഫസീല? അത്രത്തോളം മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഫസീലയെങ്കിൽ ഫസീല ഇങ്ങനെ അന്യമതസ്ഥരുടെ അല്ലെ അന്യ ഹിന്ദുക്കളെ അല്ലെ അന്യ പുരുഷന്മാരുടെ വീഡിയോ കാണാൻ പാടുണ്ടോ? ഉണ്ടോ ഫസീല? അതൊന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ. പിന്നെ ഓരോരോ മദ്രസയിലും അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം മതസ്ഥരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഞാൻ പഠിച്ചെടുത്തോളം ഹിന്ദു വിഭാഗത്തിനെ നരകത്തിലേക്കുള്ളൊരു തീക്കൊള്ളി, വിറകുകൊള്ളിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇടയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആ പ്രസൻറ്റ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അതിത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതല്ല, എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ പഠിപ്പിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെയാണ് പലരും പറഞ്ഞത്. ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള ഈ മുല്യാക്കന്മാർ എന്തുകൊണ്ട് ഇതിനെ ഈ അടുത്ത് ഞാൻ കണ്ടു, അരവണ കഴിച്ചതിൻ്റെ പേരിൽ പലരും പല പ്രഭാഷണവും നടത്തി. എന്തിൻ്റെ പേരിൽ? അതെന്താ മതസൗഹാർദ്ദമല്ലേ? ഒരു അയ്യപ്പൻ്റെ ഒരു പ്രസാദമൊന്നും പറയാനില്ല. അത് അയ്യപ്പൻ്റെ പ്രസാദം ഇനി ഞാൻ ജസ്റ്റ് അയ്യപ്പൻ്റെ പ്രസാദമല്ല പിന്നെ അരവണ എന്ന് പറഞ്ഞ് ഒന്ന് പറയണ്ട. അത് അവിടെ ഓരോരുത്തർ ഓരോ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ മതസ്ഥരും ഒന്നുപോലെ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ അരവണ എന്ന് പറയുന്നത്. അതിനെന്തിനാ വിവാദം ഉണ്ടാക്കാൻ പോയത്? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് പറഞ്ഞ എൻ്റെ വായിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളല്ല ചിന്തിക്കേണ്ടത്, പഠിപ്പിച്ച എൻ്റെ ഉസ്താദിനെയാണ് പറയേണ്ടത്. കേട്ടോ? എനിക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ മദ്രസയിൽ പഠിച്ചു. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഏത് മദ്രസ എന്ന് ചോദിച്ചാൽ പൂക്കോട് മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. അത് ഞാൻ മദ്രസയുടെ പേര് സഹിതം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫസീലക്കുള്ള മറുപടിയായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൂടെ ഉണ്ട്. ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാവും ഇല്ലേ? എങ്കിലും പറയുന്നതെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായ ബോധത്തോടെ ആയിരിക്കണം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടെയാണ് ഫസീല ഞാൻ പറഞ്ഞത്. ഫസീല +2 വരെ മദ്രസ വിദ്യാഭ്യാസം പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ അന്യ ആണുങ്ങളുടെ വീഡിയോസ് കാണാൻ വരൂല, അതിൻ്റെ താഴെ കമൻ്റ് ഇടാനും വരൂല. അത്രത്തോളം മതവിശ്വാസത്തിൻ്റെ പുറകെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അന്യ സ്ത്രീകളുടേത് മാത്രമല്ല അന്യ പുരുഷന്മാരുടെ വീഡിയോയും കാണാൻ പാടില്ല ഫസീല. കേട്ടോ? ഇതുപോലെ ഉള്ള മറുപടികൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം ജസ്ന അരുൺ. കേട്ടോ? അത് പിന്നെ എഴുതാരൂ. കേക്ക് മുറിച്ചതിന് നാട്ടുകാർ ഓടിച്ചു വിട്ടവൾ. കേക്ക് മുറിച്ചതിൽ നാട്ടുകാർ ഓടിച്ചു വിട്ടവളല്ലേ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ ചേട്ടാ, ഞാനായിട്ട് എൻ്റെ കാറിലാണ് തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് കേക്ക് മുറിച്ചത് ഒരു ഇഷ്യൂ ആയത് ചേട്ടാ. അടുത്ത വയസ്സ് കൂടിയപ്പാണ് ചേട്ടാ ഇവർക്കൊക്കെ വിഷയമായത്. അന്നൊക്കെ ഗുരുവായൂരത്തെ ഏതൊക്കെ പേജിൽ അത് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും വിഷയമല്ലായിരുന്നു. ഇതൊരു വിവാദമാക്കി മത തീവ്രവാദമാക്കി എടുക്കാൻ ശ്രമിച്ചതായിരുന്നു. അത് വിവരമില്ലാത്ത ടീം. കാരണം അന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേക്കിൽ മുട്ട കൂട്ടിയില്ല, കേക്ക് പുറത്തുനിന്നാണ് കട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടം കണ്ണനോട്. എനിക്കും അങ്ങനെ തന്നെയാ, ഇഷ്ടം കണ്ണനോടാണ്.
നീ എന്തിനാ എന്തിന് വിളിച്ചു കൂന്ന്? അല്ലാഹുവിന് ചിരിക്കാൻ ഒരവസരം കിട്ടിയെന്ന് വന്നില്ലെങ്കിൽ ആരെയും കളിയാക്കണ്ട. എന്തൊക്കെയോ അല്ലാ ഇനി ചിരിക്കാൻ ഒരവസരം കിട്ടിയെന്ന് വന്നില്ലെങ്കിലോ ആരെയും കളിയാക്കണ്ടെന്ന്. എനിക്ക് അങ്ങനെ ചിരിക്കാൻ ഒരവസരം തന്നിട്ടില്ല അച്ഛാ. ഞാൻ കുത്തിരിന്ന് കരഞ്ഞോളും. ഞാൻ കരഞ്ഞപ്പോൾ നിങ്ങളാരും എന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിരിക്കുമ്പം അത് അസൂയപ്പെടാൻ വരണ്ട. യൂട്യൂബ് ഒക്കെ ആകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകും. അതിന്റെ പേരിൽ മതത്തെ മൊത്തം ആക്ഷേപിക്കരുത്. ഒരിക്കലുമില്ല. ഞാൻ ഇതുവരെ ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ? വർഷങ്ങൾക്കിപ്പുറം ഞാൻ 12-13 വർഷമായി വര തുടങ്ങിയിട്ട്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എൻ്റെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞു എന്നല്ലാതെ പള്ളിയെന്നോ പള്ളി കമ്മിറ്റിന്നോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ മകനൊരു ബുദ്ധിമുട്ടുണ്ടായതും അത് ഞാൻ തുടർന്ന് പറയാൻ ഒരു സാഹചര്യം വന്നത് അവർ സപ്താഹയജ്ഞത്തിന് ഒരു ഉളുപ്പുമില്ലാതെ ഞെണ്ണാൻ പോയപ്പം എനിക്കത് പിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉസ്താദുമാരെ പറ്റി പറഞ്ഞത്. അല്ലേ ഞാൻ ആ വിവരം പറയില്ല. അറിയോ? അതുവരെ അത്രയും ബുദ്ധിമുട്ടായി. എൻ്റെ മക്കൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ട് എന്തിനെൻ്റെ മക്കളെ മദ്രസയെ പഠിപ്പിക്കുന്നത്? ആര് പറഞ്ഞു എൻ്റെ മക്കൾ മദ്രസയെ പഠിക്കുന്നതെന്ന്? എൻ്റെ മക്കൾ മദ്രസ പഠനം അന്നത്തോടെ കൂടെ നിർത്തിയതാണ്. എൻ്റെ മകൾ ഇതുവരെ മദ്രസയുടെ പടി പോലും കയറിയിട്ടില്ല. ഓക്ക് മദ്രസ എന്താണെന്ന് അറിയാൻ പോലും ഇല്ല. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൊരു പള്ളിയാണ്. ആ പള്ളിയുള്ള ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കുക, എനിക്ക് ഇത്രത്തോളം കണ്ണനോട് ഇഷ്ടവും വിശ്വാസവും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ മക്കളെ മുസ്ലിം മതസ്ഥരായിട്ട് വളർത്തുന്നതെന്ന്. സുഹൃത്തുക്കളെ, അവർ ജനിച്ച് വീണത് മുസ്ലിം ആയിട്ടാണ്. അവരാദ്യമായിട്ട് കേൾക്കുന്നത് ബാങ്ക് വിളിയാണ് ചെവിയിൽ. അപ്പം അവരങ്ങനെയാണ് ജനിച്ച് വീണത്. ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത് 18 വയസ്സായിട്ട് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് ഹിന്ദു മതമാണ് വേണ്ടത് വെച്ചാൽ അവർ ഹിന്ദു മതത്തിൽ പോയിക്കോട്ടെ, മുസ്ലിം മതമാണെങ്കിൽ മുസ്ലിം മതത്തിൽ പോയിക്കോട്ടെ, ക്രിസ്ത്യൻ മതമാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ പോയിക്കോട്ടെ. 18 വയസ്സ് പൂർത്തിയായതിന് ശേഷമേ എൻ്റെ മക്കളെക്കുറിച്ച് ഞാനൊരു കാര്യം പറയുള്ളൂ. അവരമ്പലത്തിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അതുവരെ അവരെങ്ങനെയാണോ ജനിച്ചത് ആ രീതിയിലേ അവർ വളരുള്ളൂ. കേട്ടോ? നാണമില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ. കഷ്ടം, വളർത്തുദോഷം. എനിക്ക് സങ്കടം വരുന്നു, കരയാൻ തോന്നുന്നു. എനിക്ക് ഒരു നാണോ മാനോ ഉളുപ്പില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഓർത്തിട്ട് എനിക്ക് കരയാൻ വരുന്നു. പോടാ. ആരാണ്? അനൂപേട്ടാ, പോടാ, ഒന്നും കൂടി പോടാ. വായ എന്താ ഇത്ര വലിപ്പം? കുറച്ച് ഗള്ളി. നിന്റെ വായക്ക് കുറച്ച് നീട്ടം കൂടുതലാണടാ. നീ ആദ്യം നിന്റെ അമ്മയുടെ വായ ചെറുതാണോ വലുതാണോ എന്ന് നോക്കിയിട്ട് വാ. ആരുടെ? നിന്റെ അമ്മയുടെ. അതാകുമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും. നിന്റേതല്ലേ അമ്മ. ആരാന്ന് പറഞ്ഞോ? പേര് പറയാനാ? മറ്റേത് അതിൽ നോക്കി നമ്മള് പറയുമ്പോ മറ്റുള്ളവർ തെറ്റായിരിക്കൂലേ? എന്താ? ഫൈസൽ ഖോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മെസ്സേജ് ഇടുന്ന ഒക്കെ നോക്കിയാൽ കാണാം എഴുതാം പേരുകളെന്ന്. ഫൈസലാക്ക, മമ്മിയുടെ വായ എന്ന് നോക്കിയിട്ട് മതി മറ്റുള്ള പെണ്ണുങ്ങളുടെ വായ നോക്കാൻ വരാൻ. എന്താ മുത്തി എന്തിനാ വളക്കുന്നേ? വളഞ്ഞു പോകണ്ടേന്നോ? എന്താക്കാ ഉദ്ദേശിച്ച്? നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതാക്കണ്ണ. പൊളിച്ചു. ജസ്ന, അറിയാത്ത കാര്യങ്ങൾ കുറച്ച് പറയാൻ. അതെന്ത് മതത്തെ കുറിച്ചാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക. അത് മറ്റുള്ളവരെ
ബുദ്ധി എന്താ അത് ബാധിക്കുന്ന കാര്യമില്ല. ആയിക്കോട്ടെ, എനിക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടാണ് പറയുന്നത്. മിസ്റ്റർ, നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ലെങ്കിൽ കേൾക്കുകയും കാണുകയും ചെയ്യണ്ട. കാരണം എനിക്ക് തോന്നിയത്, ഞാൻ ആരുടെയും കീഴിലല്ല ജീവിക്കുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയൊരു വ്യക്തിയാണ്. അറിവില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞത് മദ്രസയിലത്തെ കാര്യമാണ്. ഞാൻ പഠിച്ച കാര്യം ഞാൻ പറഞ്ഞു, അതെവിടെയും ഞാൻ പറയും. ഇനി അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ഉസ്താദ് പറയാൻ പറ്റൂല. ഉസ്താദ് അവറിനുള്ളിൽ പോയിണ്ടാവും. കാരണം അന്ന് അത്രയും പ്രായമുണ്ടേ. ഹായ് ജസ്ന, വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നാര സുഹൃത്തെ. കൃഷ്ണൻകുട്ടി എന്നാണ് ആളുടെ പേര്. കൃഷ്ണൻകുട്ടി ചേട്ടാ, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, എന്നെ വിളിച്ചാൽ കിട്ടില്ല, എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ മതി, വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് കോള് പോലും കിട്ടത്തില്ല. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ മതി, മെയിനായിട്ട് ഫോട്ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ. അറിയാമോ കോഴിക്കോട് ഡോഗിൻ്റെ ഫ്രണ്ടോ? അറിയുന്ന ആരാണ്? ആരായാലും ഉടായിപ്പ് ചാവാൻ പോകുക ആണ് എന്ന് അറിഞ്ഞു ചത്തില്ലേ? എടാ ഞാൻ ചത്തടേ. വായിച്ചിക്കല്ലോ അബ്ദുൽ ലത്തീഫ് ഏട്ടാ, നിങ്ങൾ നമ്മളെ ഉത്തരം കിട്ടാത്ത ഉത്തര ചേച്ചിയുടെ വീഡിയോയിൽ വന്നിട്ട് ഉത്തര ചേച്ചിനെ പൊക്കുന്നത് പോ നമ്മളെ പൊക്കാൻ വന്നാല് പൊങ്ങൂലേട്ടാ. എന്താണ് അബ്ദുൽ ലത്തീഫ് ഏട്ടാ, ഉത്തര ചേച്ചിക്ക് ഒരിക്കൽ കൊടുത്തിട്ടില്ലേ ജസ്നത്ത്? ആ താത്താക്കുള്ള മറുപടി ഞാൻ കൊടുത്ത് എന്നുള്ളത് ഇത് ഉത്തര ചേച്ചിയും കാണുന്നുണ്ടാവുമായിരിക്കും. കൊട്ടേഷൻ അയച്ചതാണോ ചേച്ചിയെ? പിന്നെ ഒരു തമ്പിട്ടിട്ടുണ്ട്, നിന്നെ എങ്ങനെയാണ് സലീം കൊണ്ട് നടക്കുന്നത്? ഞാൻ ഒറ്റക്ക് നടക്കുന്നതാ. ഇത് പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ രണ്ടാമത്തെ മകളുടെ ഡെലിവറി കോഴിക്കോട് മിംസ് എന്നായിരുന്നേ. അപ്പം മിംസിൽ കമലം എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്താണ് കാണിച്ചത്. അപ്പോൾ കമലൻ ഡോക്ടർ ആരോടും അവലിങ്ങനെ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ അവിടെ പോയാൽ കമലൻ ഡോക്ടറെ വളവളവളയെന്ന് ചെല്ലിക്കട്ടോ. കമലൻ ഡോക്ടർ ഒരിക്കൽ സലീമിനോട് ചോദിച്ചു, എങ്ങനെ സഹിക്കുന്നടേ ഇത് എന്ന്. അതിനൊരു റിപ്ലൈ ഉണ്ട്, ജസ്ന അരുൺ സത്യം ഇപ്പോൾ സലീം അല്ല കേട്ടോ എന്നെ സഹിക്കുന്നത് ദേ അറിഞ്ഞാട്ടോ കൈമ കണ്ടോ പെയിന്റ്. പലരും പറയുന്നത് ഞാനല്ല പെയിന്റ് അടിക്കുന്നത്, ഞാൻ തന്നെയാണ് അടിക്കുന്നത്. ഗായ്സ്, ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മുമ്പേ ഞാൻ പിന്നെ കൈമ പെയിന്റ് തേച്ചതാണ് ഗായ്സ്. അല്ല എല്ലാം പോയി. എവിടെ എത്തീന് നമ്മള്? എവിടെ എത്തീന് അറിഞ്ഞേട്ടാ? എവിടെത്തി? ഉടായിപ്പ് ജസ്റ്റിന്റെ മുമ്പ് വേറെ എടോ എത്തി. നിന്നെ സലീം എങ്ങനെ ഉണ്ടാക്കുന്നു? നീ അനുഭവിക്കും, അനുഭവിക്കണം. അനുഭവിക്കൂ, കിട്ടുന്ന പൈസ അനുഭവിക്കൂലേ? അതല്ല നല്ല കാര്യമില്ല പറഞ്ഞേ. ആരും മനുഷ്യരല്ല, ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആരും മനുഷ്യരല്ല. അവരും അങ്ങനെ തന്നെ എഴുതി, അവരും മനുഷ്യരല്ല, ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾ എല്ലാവർക്കും മതഭ്രാന്ത് ഉള്ള പോലെ എല്ലാവർക്കും വേണം എന്ന് വാശി പിടിക്കാതെ സ്വന്തം ജീവിതം സ്വന്തം വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കൂ. ആകെ കുറച്ച് കാലമേ ഉള്ളൂ ഈ ഭൂമിയിൽ. മറ്റുള്ളവരെ വേദനിപ്പിച്ചതും വെറുപ്പും സമ്പാദിച്ചും നിങ്ങളൊക്കെ എന്താ നേടുന്നത്? ശ്രീയാഗേഷ് ഏട്ടാ, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടോ ഞാൻ ഒരു മതത്തെ വ്രണപ്പെടുത്തിയിട്ടോ ഇല്ല.
എന്നെ ഉപദ്രവിക്കുകയും എൻ്റെ പേരിൽ മതത്തെ എടുത്തിടുകയും ഞാനൊരു മത തീവ്രവാദിയാക്കുകയും അതും മുസ്ലിം മതസ്ഥർ പറയുന്നത് ഞാൻ അവരെ എതിരാണെന്ന്, ഹിന്ദു മതസ്ഥർ പറയുന്നത് അവരുടെ എതിരാണെന്ന്. ഇവർക്കൊക്കെ എതിരെ പെരുമാറിയത് എവിടെയാണെന്നും കൂടി ഇവരൊന്ന് പറഞ്ഞു തരണം. അനുഭവങ്ങൾ പറയുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അത് പറയണം. ആ പാളിച്ചകളാണ് എനിക്ക് വന്നു പോയത്. മക്കളുടെ മദ്രസയിലത്തെ ആ ഒരൊറ്റ ഇഷ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നും പുണ്യാളത്തിയായിരുന്നു. ഒരു ഹാർട്ട്, ഒരു ഇഷ്ടായി പോടി, ഒരുപാട് അങ്ങ് ഇളക്കല്ലേ. ഇളക്കാൻ ഇതെന്താ സാമ്പാറോ? ഇന്ന് കറി ചെറുപയറും ചിക്കൻ കറിയായിരുന്നു. നല്ലതായിട്ട് ഇളക്കിയിട്ടല്ലേ ആയിരുന്നു കേട്ടാ കുട്ടിയെ. എന്താ പേര്? ജാസ്മിൻ നൗഷാദ്. എടി ജാസ്മിനെ ഒന്ന് പോയി കിടന്നുറങ്ങടി. ആ പഠിക്കുന്ന ബുക്ക് വായിക്കുന്നോ? പഠിക്കുന്ന ബുക്ക് വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. സ്റ്റോറേജ് ഫുള്ളായി പോയതാ. ഐഫോണിൻ്റെ എടുങ്ങാറ്. ഐഫോണൊക്കെ വലിയ ഐഫോണൊക്കെ കഴിഞ്ഞ 15 Pro മാക്സ് ഇല്ല 15 Pro. പക്ഷേ ആശാന് കപ്പാസിറ്റി കുറവാടേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അമ്പലത്തിൽ കളി വേണ്ടാന്ന്, അമ്പലത്തിൽ കയറി കളി വേണ്ടാന്ന്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ അമ്പലത്തിൽ വരും. അതിന് നിനക്ക് എന്തെങ്കിലും തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തടഞ്ഞോ. ഇതിന് വെല്ലുവിളിയായിട്ട് കൂട്ടുന്നോല് കൂട്ടിക്കോളൂ. എൻ്റെ വിശ്വാസപ്രകാരം ഇനി അതിന് വേണ്ടിയിട്ട് മതം മാറണേ ഞാൻ അതും ചെയ്യും. കണ്ണന് വേണ്ടിയിട്ടല്ലേ ഞാൻ എന്നെ ചെയ്യും. അതിനി ആർക്ക് തടയാൻ പറ്റും? മതം മാറിയ അമ്പലത്തിൽ കയറിക്കൂടെ? നിനക്ക് തടയാൻ പറ്റുമോടാ? ആരാ? അബ്ദുൽ ലത്തീഫെ കേട്ടോ, നീ നിന്റെ ഉത്തരനോട് പറയുമ്പോൾ എങ്ങോട്ട് പറയാൻ വരണ്ട. ജസ്റ്റിന് അമ്പലത്തിൽ കയറണേ മതം മാറണേ മതവും മാറും. ആ ഒരു ഇതുമില്ല. അബ്ദുൽ ലത്തീഫിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ എന്താണ് നിങ്ങളെ മദ്രസയിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ഇതെന്താ ഒന്ന് കൂടിത്താടേ. നിഷേധികൾ ആയ മുസ്ലിമുകളും നരകത്തിലെ വിറക് കൊള്ളികളാണ്, അതാണ് പഠിപ്പിക്കുന്നത്. സത്യം, ഞാൻ നേരത്തെ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, നിഷേധികളായിട്ടുള്ള നമ്മളെയും നരകത്ത് പോകുന്ന ആൾക്കാരെന്താക്കുക അയ്യാ, വിറക് കൊള്ളിയാക്കുക, അല്ലാണ്ട് എണ്ണയിലിട്ട് പൊരിക്കുക, അല്ലാണ്ട് പിന്നെ താരാട്ട് പാടിങ്ങാൻ ഇത് കുങ്കുമം പാലും തന്ന് കലക്കി അണ്ണാക്കിൽ കൊയ്ക്കുക അല്ലല്ലോ ചെയ്യുക. പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്കോട് സംസാരിക്കണ്ടേ. പിന്നെ തേക്കിൻ തോട്ടത്ത് നല്ല കിട്ടിയത്. ഞാൻ പൂക്കോട് മദ്രസയിലാണ് പഠിച്ചത്. പൂക്കോട് ജുമാ മസ്ജിദിലാണ് ഞാൻ പഠിച്ചത്. പറഞ്ഞ മാതിരി ഇവിടെ മാത്രമായി ചിലപ്പോൾ അത് പഠിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം ഞാനത് കുറ്റം പറയല്ല, ഇവിടെ താത്തി പറയുമല്ല. നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ചതല്ല മറ്റേ അടുത്തുള്ള മദ്രസയിൽ പഠിപ്പിക്കണമെന്നില്ലല്ലോ. ആടെല്ലാം പഠിപ്പിക്കുന്ന ആളാ ഉസ്താദ്, അത് മാത്രം പറഞ്ഞിട്ടുണ്ടാവും. അതിനെക്കാട്ടിലപ്പുറം കേൾക്കണം മക്കളെ. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ അയ്യോ എന്ന് പറയാൻ പാടില്ല. അയ്യോ എന്ന് പറഞ്ഞ ആൾക്കാരെന്തോ അപരാധം ചെയ്ത ആൾക്കാരാ. അയ്യോ എന്ന് പറയാ ഹിന്ദുക്കൾ മാത്രമാണ് എന്നുള്ളൊരു ചടങ്ങ് വിശ്വാസവും ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരാള് തല്ലാൻ വരുമ്പോ അയ്യോ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പാടില്ല, ഞങ്ങൾക്ക് അള്ളോന്നേ പറയാൻ പാടുള്ളൂ എന്ന് തിരുത്തി അത് വീട്ടിലുള്ള മുതിർന്നവരായാലും മദ്രസയിലുള്ള ആൾക്കാരായാലും ഇഷ്ടം പോലെ പറയുന്നത്. ഇക്കാലത്തല്ലേ മക്കളെ സോഷ്യൽ മീഡിയയിലല്ലേ മതസൗഹാർദ്ദം വന്നു തുടങ്ങിയത്. ഈ മതസൗഹാർദ്ദമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ അല്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ പ്രായമായ ഉസ്താദുമാർക്ക് ഹിന്ദു മതസ്ഥരെ കണ്ണിൻ്റെ മുമ്പ് കണ്ടുകൂടാത്ത കുറേ ഉസ്താദുമാരുണ്ടായിരുന്നു. ഇന്ന് മണ്ണോട് മണ്ണായി പോയിട്ടുണ്ടാവും. അവരെ പറ്റിയാണ് ഞാൻ കുറ്റം പറയുന്നത്. എന്നാൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടും എന്നുള്ളത് കൊണ്ട് എല്ലായിടത്തും മതസൗഹാർദ്ദം. അല്ലെങ്കിലോ പിന്നെ ഈ മതസൗഹാർദ്ദം ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റോരോരുത്തരെ കുറ്റം പറയാൻ വരുന്നത്?
ഇനി ഇതിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് വീഡിയോസ് ഇറക്കുന്നവരോടായിട്ട് അല്ലെ റിയാക്ഷൻ വീഡിയോസ് ഇറക്കുന്നവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു മതത്തിനെയും പറ്റി പറഞ്ഞതല്ല, ഞാൻ പഠിച്ച കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഹായ് ജസ്ന, ഇവൻ പെട്ടു ഗൈസ്, നീ പെട്ടു ഗൈസ്, എന്റെ അടുത്ത് പെട്ടു ഗൈസ്. ഉറങ്ങണം, നീ ഉറങ്ങിക്കടാ മുഹമ്മദ്. സാജിർക്ക, നിങ്ങൾ ഉറങ്ങിക്കോളി, ഞാനൊരു താരാട്ട് പാടിത്തരാം. ഉണ്ണി വാവോ പാടാറുണ്ടാ, ഉറങ്ങിപ്പോയിണ്ടാവൂലേ. അടുത്ത ഉഡായിപ്പ് നാടകം എപ്പോഴാണാവോ? മുസ്തഫ മുസ്തുവിന്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. മുസ്തഫക്ക, അടുത്ത ഉഡായിപ്പിന്റെ വീഡിയോ വരുന്ന സമയത്ത് മുസ്തുക്കാന്റെ വീട്ടിലേക്ക് ഞാൻ ആദ്യം അയച്ചു തരാം കേട്ടോ. മുസ്തഫക്ക കേട്ടോ. അപ്പൊ മുസ്തഫക്കുള്ള ആയല്ലോ. അപ്പോഴേക്ക് നമ്മളെ വീഡിയോ തന്നെ പോയി. അതാ കഷ്ടം തന്നെ. അപ്പോൾ മുസ്തഫക്കുള്ളതും ആയി. അങ്ങനെ ഫോട്ടോ കാണിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കാണിച്ചു കൊടുക്കണം, കാരണം നാട്ടിലെ മാന്യന്മാരായിരിക്കും. പിന്നെ കുറച്ച് പിപ്പി ഇട്ടിട്ടുണ്ട്. നീ പൈസക്ക് വേണ്ടി വെറുതെ ഒന്നും വിളിച്ചു പറയണ്ട, നീ വർഗീയവാദി ആണെങ്കിൽ നിനക്കെന്താടാ, നീയും വർഗീയവാദി, നിന്റെ കുടുംബക്കാരും നിന്റെ വാപ്പയും കൂട്ടക്കാരും വർഗീയവാദിയരാ. നൗഷാദ് മൂയിക്കൽ, ഈ മൂയിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്തിടമാണല്ലോ. നീ നിന്റെ ബാപ്പയും ബാപ്പയുടെ കൂട്ടുകാരും അല്ല കൂട്ടക്കാരും പിന്നെ പൈസക്ക് വേണ്ടി നടക്കുന്നതാടാ, നമ്മളോടാ കളി. ഇനിയും എന്താന്ന് എവിടുന്നു പൊങ്ങിയേന്നേ, എന്താ എവിടുന്ന് പൊങ്ങിയേന്നോ എവിടുന്നാ പൊങ്ങിയെന്നോ സത്യാണ്. പിന്നെന്തായും പിന്നെ കരയേണ്ടി വരും. പിന്നെ ഒരു ചിരി ഇരിക്കുമ്പോഴേക്ക് കരയേണ്ടി വന്നാ ഞാൻ അങ്ങ് കരയും. നീ തോടിക്കാൻ വരണ്ടടാ ഇസ്മായിലേ. വിവേകാനന്ദനല്ല ശ്രീനാരായണ ഗുരുവാ ആണ് പറഞ്ഞത്. സോറി ട്ടോ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് ഞാൻ വിവേകാനന്ദൻ എന്ന് പറഞ്ഞു പോയി. ശ്രീനാരായണ ഗുരു ആണ്, സോറിയേ. അത് ഏത് മദ്രസയിൽ അടി പുല്ല പറഞ്ഞത്? നിഷാദ് മൂയിക്കൽ. മോനെ നിഷാദ് മൂയിക്കലെ ഞാൻ അതിനുള്ള മറുപടി വീഡിയോ തന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി വീഡിയോ തരണം എന്ന് കുറേ ആയി വിചാരിക്കുന്നത്. പക്ഷേ ഈ അരുണേട്ടന് നേരം കിട്ടണ്ടേ? അരുണേട്ടൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീഡിയോ കാണൂല. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾക്ക് എന്താ ഇന്നൊറ്റക്കിട്ട് കണ്ടാല്. അപ്പം മതത്തിനെ പറ്റി ചൊറിയുന്ന ആൾക്കാർക്ക് വിശ്വാസമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇനി എത്ര റിയാക്ഷൻ വീഡിയോ എത്ര ബീവിമാരെടുത്തിടും എന്നുള്ളത് എനിക്കറിയില്ല. അലോങ് ഹായ്സ് എന്ന് ചോദിച്ചിട്ട് കുറച്ചെണ്ണം ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്. ഞാനൊരു മത തീവ്രവാദിയോ ഞാനൊരു മതത്തിനെതിരായിട്ടോ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. അതൊരു പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചത് കൊണ്ട് മാത്രം. എന്നിട്ടോ സപ്താഹയജ്ഞത്തിന് ഉളുപ്പില്ലാതെ ഞെണ്ണാൻ പോയതോ അത് വീഡിയോ ആക്കിയിട്ട് പബ്ലിസിറ്റി കൊടുത്തു. അങ്ങനെ വലുക്ക് മതസൗഹാർദ്ദം ഉണ്ടെങ്കിൽ എന്തിനാ വീഡിയോ എടുത്ത് പബ്ലിസിറ്റിക്ക് ഇടാൻ കൊടുത്ത്? വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? അത്രയ്ക്ക് മതസൗഹാർദ്ദം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത്. പിന്നെ
ഹിന്ദു സഹോദരന്മാരോടും സഹോദരിമാരോടുമുള്ള ഏറ്റവും വലിയ സ്നേഹം കാണണമെന്നുണ്ട് എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നത് സത്യമാണ്. ഇല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു വീഡിയോ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഏതെങ്കിലും മതത്തിനെ കുറിച്ച് പറയുന്ന, ഇത് ഹിന്ദു മതത്തിനെ കുറിച്ചായാലും മുസ്ലിം മതത്തിനെ കുറിച്ചായാലും പറയുന്നവരുടെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റും ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. അത് ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പം നിങ്ങൾക്കൊക്കെയുള്ള മറുപടി ആയി എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിർത്തുകയാണ്. ഇന്ന് ഇവന് അണ്ണാക്ക് തുറക്കുന്നില്ല, ഞാനേ തുറക്കുന്നില്ല. ക്ഷീണം മൂക്ക് മറ്റേ എന്താ പറയാ, രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ പറയാ, തീ ഇട്ടാലും പുക വരില്ല. അതേമാതിരി കോട രാവിലെ തന്നെ അടിച്ച് കയറിയിട്ട് മൂക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നുമില്ല, ഒരു അടപ്പ് മാതിരി. ഒന്നാമത് സംസാരിക്കാൻ പറ്റാതെ അതുകൊണ്ടാണ്. അല്ലാണ്ട് വെറുതെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓരെന്തിനു കുത്തിരിക്കുക, എന്നാൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോലെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഓരോരുത്തർ ഇപ്പം സംസാരം കേട്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാവരും ശരിക്കും ആ സംസാരമില്ലേ അതേമാതിരി ആയിരുന്നു ഇന്നലെ വരെ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഇതും 2 ഗുളികയും കഴിച്ചതിന് മുകളിലാണ് ഇപ്പം നല്ലോണം സംസാരിച്ച് വന്നത്. മറ്റേ കറക്റ്റ് നമ്മൾ മൂക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നവരായിരുന്നു രാവിലെ അമ്മമാര് മഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അല്ലാണ്ട് ഒരു ഷോക്കേസിൽ ഒരു സാധനം വെച്ചമാതിരി ഇവിടെ വെച്ചിരിക്കുന്നില്ല. അരുണ്ട ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാക്കാൻ നിങ്ങളിപ്പോൾ എങ്ങനെ പറയാന്നറിയില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരാണ് 90%. അവിടെ ഷോയ്ക്ക് വെച്ചതിനേക്കാളും നല്ല എന്നാൽ പിന്നെ ഓന് പോയി കിടന്നാൽ പോരെ, അത് മാറി നിന്നാൽ പോരെ, ഒറ്റ ചെയ്താൽ പോലെ ഒക്കെ പറയും. സംസാരിക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ നിന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇനിയും തുടർന്ന് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ കമന്റ് ഇട്ടോളൂ. കമന്റിന് മറുപടി ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഞാൻ പിന്നെ വരും കേട്ടോ, പൂർവാധീന ശക്തിയോട് കൂടി ഞാൻ തിരിച്ചു വരും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഒന്നും കൂടി പറയാണ്, ഒരു പ്ലേ ബട്ടൺ 2 മാസത്തിനുള്ളിൽ വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. 2 മാസത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും പ്ലേ ബട്ടൺ എനിക്ക് കൈ കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. അതിന് നിങ്ങളും കൂടി വിചാരിച്ചാൽ നടക്കും. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, നിങ്ങളുടെ നല്ലതിനോ ചീത്തക്കോ, ഇപ്പം നിങ്ങളിപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ എനിക്ക് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നുണ്ട്, പോസിറ്റീവായിട്ടും കമൻ്റ് ഇടുന്നുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാരെയും ഞാൻ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്കിതിന്നൊരു വരുമാനം കിട്ടുന്നത്. അത് നിങ്ങളുടെ ഔദാര്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള ഗഡ്സിലെടുത്താൽ മാത്രം മതി. അതൊരു വൈരാഗ്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഒരു ശാപവാക്കോടെയോ നിങ്ങൾ കാണണ്ട. നിങ്ങൾ ഇത്രമാത്രം കണക്കാക്കിയാൽ മതി. ഇതൊരു കോമ്പറ്റീഷനായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങുക. ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ രാവിലെ പോസ്റ്റ് ചെയ്യുള്ളൂ. നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ഒരു വായ വെട്ടിയ വീഡിയോ തന്നെ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ. ബൈ.